ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൽത്തു കാസർഗോഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കുഞ്ഞൻ പാണ്ടിക്കാട്. അതായത് ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് പറഞ്ഞ് കുഞ്ഞൻ പാണ്ടിക്കാട് ഇന്നലെ അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. തെളിവൊക്കെ വെച്ച്, അതായത് 11 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. മൊത്തത്തിൽ തെളിവുകളാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ ആ വീഡിയോ 3 പ്രാവശ്യം ഇരുന്ന് കണ്ട് എന്തെങ്കിലും തെറ്റായി എവിടെയെങ്കിലും പറയുന്നുണ്ടോ, അപ്പോഴാണ് ഒരു വലിയൊരു ചതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് തെളിവുകൾ ഇങ്ങനെ പറയുകയാണ്. ടിക്കറ്റ് എടുത്ത സമയം പറയുന്നുണ്ട്, ടിക്കറ്റ് അയച്ചു കൊടുത്ത സ്ക്രീൻഷോട്ട് പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഡേറ്റിൻ്റെ കാര്യത്തിൽ കുഞ്ഞനും സംഘത്തിനും വലിയൊരു പ്രശ്നമാണ് സംഭവിച്ചത്. അതായത് തെളിവുകൾ ഇങ്ങനെ അവർ ഉണ്ടാക്കി നമുക്ക് മുമ്പിൽ തരുമ്പോൾ ഡേറ്റ് എന്ന് പറയുന്ന മാരക തെളിവ് അവർ അങ്ങ് മറന്നു പോവുകയാണ്. അതാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ തെളിയിച്ചു തരുന്നത്. ആദ്യം ഒരു കാര്യം പറയുകയാണ്, എൻ്റെ ചാനൽ ചെറിയ ചാനലാണ്. ഇത് എത്ര പേർക്ക് എത്തുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നതിൽ സത്യസന്ധത ഉണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ പ്ലീസ് നിങ്ങൾ ഷെയർ ചെയ്ത് തരണം. അതായത് ഇഷ്ടംപോലെ നല്ലതുപോലെ പഠിച്ചുകൊണ്ടാണ് ഈ ഒരു തെളിവ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞു തരുന്നതും കണ്ടുപിടിച്ചതും. അപ്പോൾ ഏതായാലും നമുക്ക് തുടങ്ങാം. ഓക്കെ, തുടക്കം മുതലുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ ഈ വീഡിയോ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നത് KL ബിജു എന്ന് പറയുന്ന ചാനലിലാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ കാണുന്നത്. അതിനുശേഷം ഞാൻ ഒരുപാട് ആളുകൾ, ഒരു പാട്ടുകാരി കുട്ടിന്റെ ചാനലിന്റെ വീഡിയോ കണ്ടു, അതുപോലെ തന്നെ കുഞ്ഞാൻഖാന്റെ കണ്ടു, അതുകൂടാണ്ട് വേറെ 2-3 യൂട്യൂബേഴ്സിന്റെ കണ്ടു. ഇതുവഴിയാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ കാണുന്നത്. അങ്ങനെയാണ് ഞാൻ എന്താക്കുന്നത്, ഫസ്റ്റ് 4 ടിക്കറ്റ് എന്റെ പ്രവാസി ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ആ 4 ടിക്കറ്റ് ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആ പർച്ചേസ് ചെയ്ത സമയത്ത് എന്നെ അവരൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്ത്, അങ്ങനെ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത സമയത്താണ് ജനുവരിയിലാണ് ഞാൻ ഈ കൂപ്പൺ എടുത്തിട്ടുള്ളത്. ഈ 4 കൂപ്പൺ ജനുവരിയിലാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ താഴേക്ക് ഇവർ അയക്കുന്ന മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഡെയിലി കാണുന്നുണ്ട്. ഇവർ സംസാരിക്കുന്നത് ഓക്കെ. നാസർ എന്ന് പറയുന്ന ഇദ്ദേഹം പറയുന്നത് പ്രവാസികൾക്ക് വേണ്ടി 4 കൂപ്പൺ എടുത്തതിന് ശേഷമാണ് എന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തതെന്ന്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. ഇയാൾ പറഞ്ഞത് പ്രവാസികൾക്ക് വേണ്ടി 4 കൂപ്പൺ എടുത്തതിന് ശേഷമാണ് എന്നെ ഇവരുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഓക്കെ, നമുക്ക് അടുത്തതായി ഇദ്ദേഹം 4 ടിക്കറ്റ് എടുത്തല്ലോ, അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് കാണാം. അതായത് 4 ടിക്കറ്റിന് പൈസ അയച്ചു കൊടുത്ത സ്ക്രീൻഷോട്ട് നമുക്കൊന്ന് കാണാം. അതിനുശേഷമാണ് ഞാൻ ട്വിസ്റ്റ് നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഓൺലൈൻ വഴി എടുത്തിക്കണെന്ന് പറഞ്ഞല്ലോ, 4 ടിക്കറ്റ് ഓൺലൈൻ വഴി എടുത്തു. അതിന്റെ സ്റ്റേറ്റ്മെന്റും പാടെ ഒന്ന് കാട്ടിക്കൊടുക്കി. ഇത് ഞാനൊരു 4 ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ 4 ടിക്കറ്റ് ഞാൻ എടുത്തതിന്റെ പേയ്മെന്റ് ആണ്. ഇത് എന്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. ഇതിൽ കാണുന്നത് നാസർ മക്കി, നാസർ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിലേക്ക് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ജനുവരി 29-ാം തീയതി ജനുവരി 7:30 PM ഞാൻ എടുത്ത ടിക്കറ്റാണിത്. ടിക്കറ്റ് ഷെയർ മീ എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നേരം തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ടിക്കറ്റ് എനിക്ക് കിട്ടും ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് അയച്ചത് എന്റെ ഫോണിൽ ക്ലിയർ ആയി പോയിട്ടുണ്ട്. പക്ഷെ ഈ ടിക്കറ്റ് ഇപ്പോഴും എടുത്ത ആളുകളെ ഓക്കെ, ഇവിടെ പറയുകയാണ് ജനുവരി 29-നാണ്. ഓർത്തുവച്ചോളൂ സുഹൃത്തുക്കളെ, ജനുവരി 29-നാണ് പ്രവാസികൾക്ക് വേണ്ടി 4 ടിക്കറ്റ് എടുത്തത്. അതിനുശേഷം ജനുവരി 29-ന് 4000 രൂപ ഞാൻ അയച്ചു കൊടുത്തു എന്ന് പറയുന്ന ഒരു സ്ക്രീൻഷോട്ടാണ്. നേരത്തെ ഇദ്ദേഹം പറഞ്ഞത് പ്രവാസികൾക്ക് വേണ്ടി 4 ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് ഇവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്തത് എന്നല്ലേ ഇയാൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടി കണ്ടുകൊണ്ട് നമുക്ക് ട്വിസ്റ്റ് പൊളിക്കാം. ഓക്കെ, ഞാൻ ഇവിടെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ മറ്റുള്ള ടിക്കറ്റ് എടുത്തത് അതേപോലെ ഇനി അതല്ല, ഈ നാസർക്ക പിന്നെ അൻവറിന്റെ ആരാണെന്നുമ്പാണ് ഞാനിവിടെ ചെതലയം ഗ്രാമത്തിലുള്ള ആ 2 ഗ്രൂപ്പുകളിലേക്ക് ഞാൻ ആഡ് ചെയ്ത വീഡിയോസ് ആണ് ഈ കാണുന്നത്. ഇത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത വീഡിയോസ് ആണ്. ഈ വീഡിയോസിലാണ് ഞാൻ മെയിനായിട്ട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള. അതിൻ്റെ കൂടെ ഞാൻ ഒരു വോയിസ് വായിച്ചിട്ടുണ്ട്. ഈ നറുക്കെടുപ്പ് എടുക്കുന്ന ടോക്കൺ കാര്യങ്ങൾ. ഇതിപ്പോൾ KL ബിജു ചെയ്ത വീഡിയോ ആണ് ഈ കാണുന്നത്. KL ബിജു ബ്രോ ഫസ്റ്റ് ചെയ്ത വീഡിയോ. ഈ വീഡിയോയിലാണ് സംഭവം ചെയ്യുന്നത്. ഗ്രൂപ്പിന്റെ പേരൊന്ന് കാണാം. ചെതലയം ഗ്രാമം എന്ന് പറയുന്ന എന്റെ ഗ്രൂപ്പാണ്, എന്റെ നാട്ടിലെ ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൽ മീഡിയ, ഈ മീഡിയയിൽ ഞാൻ അയച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഞാൻ ആ ചാനലിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അയച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കണ്ടോ. ഏറ്റവും താഴെ കാണുന്ന 2 വീഡിയോസ് കണ്ടോ. ഈ 2 വീഡിയോസ് ഞാൻ അവർക്ക് ഈ പിന്നെ ഇതിൽ അയച്ച വീഡിയോസ് ആണ്. ഇത് രണ്ടും. ഇതൊരു പെൺകുട്ടീന്റെ വീഡിയോ ആണ്, അറിയോ, ഈ പെൺകുട്ടി ചെയ്ത വീഡിയോ ആണ്. അത് കഴിഞ്ഞ് അതിന് മുമ്പ് ഞാൻ അയച്ച വീഡിയോ ആണ്. KL ബിജു ചെയ്ത ഇതിന്റെ താഴെ കമന്റ് വഴി എന്നെ കൊണ്ട് ചെയ്യുന്ന ടിക്കറ്റ് എന്താണ് ആവശ്യം ഉള്ളവർ വിളിക്കാം എന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ഏറ്റവും അവസാനമായി അവരുടെ ഗ്രൂപ്പിലേക്ക് അയച്ച ഡേറ്റ് ആണ് 21 ജനുവരി. നമ്മളോട് നേരത്തെ എന്താണ് പറഞ്ഞത്? പ്രവാസികൾക്ക് വേണ്ടി 4 ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് എന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തത്.
ഇവിടെ നോക്കൂ, 21-ാം തീയതിക്കാണ് ഇദ്ദേഹം ഈ വീഡിയോ ഇദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് അയച്ചത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയുകയാണ്, ഇദ്ദേഹം ആദ്യം നമ്മളോട് പറഞ്ഞു പ്രവാസികൾക്ക് വേണ്ടി 4 ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് അവരുടെ ഗ്രൂപ്പിലേക്ക് എന്നെ ആഡ് ചെയ്യുന്നതും അതിനുശേഷം ആ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ഈ ലക്കി ഡ്രോ വിഷയങ്ങളൊക്കെ ഞാൻ എൻ്റെ നാട്ടിലെ ഗ്രൂപ്പിലേക്ക് അതിനുശേഷമാണ് അയക്കുന്നതെന്ന് ഇദ്ദേഹം ആദ്യം പറഞ്ഞു. അതായത് അപ്പോൾ ഇദ്ദേഹം പ്രവാസികൾക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കുന്നത് 29-ാം തീയതിയാണ്. 29-ാം തീയതിയാണ് പൈസ അയച്ചു കൊടുക്കുന്നതും 29-ാം തീയതിയാണ് ഇദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഗ്രൂപ്പിലേക്ക് 29-ാം തീയതിയാണ് ഇദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് ആഡ് ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെയുള്ള പ്രശ്നം നോക്കണം മക്കളെ, 21-ാം തീയതി എങ്ങനെ ഇദ്ദേഹം ഗ്രൂപ്പിലെത്തി? 9 ദിവസത്തെ ഡിഫറൻറ്റ് എങ്ങനെയാണ് ആയത്? ഇദ്ദേഹം വല്ല മലക്കുകളാണോ? ഒരു മുസ്ലിം അങ്ങനെ പറയുകയാണെങ്കിൽ മലക്കാണോ ഇദ്ദേഹം? നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയോ ഇല്ലെന്ന് എനിക്കറിയില്ല. നോക്കൂ, നിങ്ങൾ 29-ാം തീയതി പ്രവാസികൾക്ക് വേണ്ടി 4 ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് ഇദ്ദേഹത്തിന്റെ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇദ്ദേഹത്തിന് KL ബിജുവിന്റെ വീഡിയോ വരുന്നതും പാണ്ടിക്കാട് കുഞ്ഞാന്റെ വീഡിയോ ഇങ്ങനെയൊക്കെ വീഡിയോ കാണുന്നതും ഇദ്ദേഹം ഇവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതും. പക്ഷേ 21-ാം തീയതിക്ക് എങ്ങനെ ഇദ്ദേഹം ഗ്രൂപ്പിൽ ഈ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തു? 29-ാം തീയതിക്കല്ലേ ഇദ്ദേഹം ടിക്കറ്റ് എടുത്തതും ഇദ്ദേഹത്തെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തതും. പിന്നെ 21-ാം തീയതി എങ്ങനെയാണ് ഇദ്ദേഹം ഗ്രൂപ്പിലെത്തിയത്? അപ്പൊ തന്നെ നമുക്കൊരു കാര്യം ഉറപ്പാണ്, വെൽ പ്ലാനഡ് ആണ്. ഞാൻ ആദ്യം, അതായത് ഈ ഇഷ്യൂ കഴിഞ്ഞ് 4-5 ദിവസം നമ്മുടെ ഈ പാണ്ടിക്കാട് കുഞ്ഞൻ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെയെങ്കിലും ഞാനൊരു 5% ചിന്തിച്ചു, ഒരു പക്ഷേ ഇങ്ങനെ ചെയ്യാത്തതായിട്ടുണ്ടാവുമോ, നമ്മൾ സംശയം മാത്രമാണ്, അങ്ങനെ ചിന്തിച്ചു. പക്ഷേ ഇവന്റെ ഈ ഒരു കള്ളത്തരം കൂടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ 100% ഉറപ്പായി ഇതൊരു ഭൂലോക കള്ളത്തരമാണ്. ഒരൊറ്റ കാര്യം പറയുകയാണ്, നിയമപരമായി മാത്രം ഇതിനെ നേരിടാം. അതായത് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി കേസ് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.